നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ ട്രെയിനുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടുന്ന ട്രെയിനേക്കാൾ വേഗത കുറവാണെന്നുള്ള കാര്യം. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നപ്പോൾ ഈ കാര്യം വീണ്ടും ചർച്ചയായിരുന്നു. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടുന്ന വന്ദേ ഭാരതിന്റെ വേഗതയ്ക്ക് ഒപ്പം എത്തുന്നില്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ വന്ദേ ഭാരത് ഇപ്പോഴും ഓടുന്നത് കേരളത്തിലെ മറ്റ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന അതേ വേഗതയിലാണ്, അതേ സമയമെടുത്താണ്. കേരളത്തിൽ ട്രെയിനുകൾ ഇങ്ങനെ പതിയെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ നോക്കിയാൽ ഇവിടെ റെയിൽപാതയ്ക്ക് പലയിടത്തും വലിയ വളവുകളുണ്ട്, അതുപോലെ കയറ്റിറക്കങ്ങളും ഉള്ളതായി കാണാം. ഈ വളവുകളും കയറ്റിറക്കങ്ങളും കാരണമാണ് പലയിടത്തും ട്രെയിനുകൾക്ക് അതിൻ്റെ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയാതെ വരുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുകൂടാതെ ട്രാക്ഷൻ, സിഗ്നലിംഗ് സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ ക്രമീകരിക്കാത്തത് എന്നിവയെല്ലാം ഈ വേഗതക്കുറവിന് കാരണമായി പറയാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ ട്രെയിനുകളുടെ വേഗം മണിക്കൂറിൽ 130 കിലോമീറ്റർ ആക്കാനുള്ള തീരുമാനം അതിവേഗത്തിൽ തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇതിനായി അതിവേഗ പദ്ധതികളാണ് റെയിൽവേ തയ്യാറാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്ത വർഷം, അതായത് 2024 ആഗസ്റ്റ് 15 മുതലാണ് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുക. മലബാറിലെ ട്രെയിനുകളുടെ വേഗക്കുറവിന് കാരണമായ വളവുകൾ നിവർത്താൻ 4 സെക്ഷനുകളായിട്ടുള്ള പ്രവൃത്തിക്ക് ഇതിനോടകം റെയിൽവേ ടെൻഡർ വിളിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. വളവുകളുടെ എണ്ണവും സ്ഥിതിയും പരിശോധിക്കാൻ റെയിൽവേ ഏജൻസി നേരത്തെ സർവേ നടത്തിയിരുന്നു. പദ്ധതിയിൽ ഷൊർണൂർ മംഗളൂരു പാതയിൽ 288 വളവുകളാണ് നിവർത്താനുള്ളത്. ട്രെയിനുകളുടെ വേഗം 130 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാൻ ഇതോടെ സാധിക്കും എന്നാണ് റെയിൽവേ സർവേയിൽ നിന്ന് കണക്കുകൂട്ടുന്നത്. കാസർഗോഡ് മംഗളൂരു പ്രവൃത്തി 8 മാസത്തിനുള്ളിലും ബാക്കി 3 റീച്ചുകൾ 12 മാസത്തിനുള്ളിലും പൂർത്തീകരിക്കും. ഇങ്ങനെ അടുത്ത വർഷം, അതായത് 2024 പണി പൂർത്തിയാക്കാമെന്നാണ് റെയിൽവേ അധികൃതരുടെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകളുടെ വേഗം മണിക്കൂറിൽ 130 മുതൽ 160 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതാ പഠനം നടക്കുകയാണെന്ന് റെയിൽവേ അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. ഈ സാധ്യതാ പഠനം ഈ വർഷം ഡിസംബറിൽ തന്നെ പൂർത്തിയാകും എന്നാണ് കരുതപ്പെടുന്നത്.